ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല അടിപൊളി ഒരു നാടൻ ഉണക്കമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 10 ഉണക്കമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എരിവൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 കാശ്മീരി മുളക് അഥവാ പിരിയമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ചുമന്ന കളറൊക്കെ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ മുളകും മല്ലിയും ഒന്ന് മൂത്ത് വന്നപ്പോൾ 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം, പച്ച ഉലുവ. അതും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങ നല്ല മൂത്ത തേങ്ങ, ഒരുപാട് മൂത്തതല്ല, എന്നാൽ ആവശ്യത്തിന് മൂത്ത. അപ്പോൾ ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 1 2 തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്ത് മാറ്റണം. നല്ല കിടിലനൊരു കറിയാണ് കേട്ടോ. ഇത് ഒരുപാട് എന്താ പറയുക, പുതിയ കറിയൊന്നുമല്ല. ഇത് ഒരുപാട് പഴക്കമുള്ള കറികളാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വെക്കുന്നവരുണ്ടാകും, എന്നാൽ ഒട്ടും അറിഞ്ഞുകൂടാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ നിറം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുക. അതുപോലെ തന്നെ ഈ കറിക്കൊക്കെ നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോഴാണ് ഈ കറിക്കൊക്കെ ഒരു നല്ല നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരല്പം ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം 2-3 വറ്റൽമുളകും 1 തണ്ട് കറി ലീഫും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, അതും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചുമന്നുള്ളി. അപ്പോൾ സവാള കൊണ്ട് ചെയ്താൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ചുമന്നുള്ളി തന്നെ ഇതിന് ചേർക്കാനായിട്ട് ശ്രമിക്കുക. സവാള ഇടുമ്പോൾ വേറെ ടേസ്റ്റ് ആവും, ചുമന്നുള്ളി ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറി ഒരു കണ്ണാടി പോലെ കാണിക്കത്തില്ല, ആ പരുവാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മീൻകറി ഉണക്കലിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന ഉണക്കൽ അത്ര ഉപ്പുള്ളതല്ല. അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ഈ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കൽ നിങ്ങൾ ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. ഉപ്പ് കൂടുതലാണെങ്കിൽ കറിയൊക്കെ വെച്ച് ഒന്ന് കറി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ അതാ നമ്മുടെ ചുമന്നുള്ളി എല്ലാം ഒന്ന് വാടി വരുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ലപോലെ വഴന്ന് വന്നിട്ട് നല്ല മണമായി. കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴന്ന് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഞാൻ നേരെ നീളത്തിന് കീറാൻ പറഞ്ഞു. പക്ഷേ മോളതിനെ കുനുകുനാന്ന് മുറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നീളത്തിൽ തന്നെ മുറിച്ചിടാം, കീറിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി, പഴുത്ത നല്ല 2 തക്കാളി ഇതുപോലെ സ്ക്വയർ പീസായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റാം. അതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ചുമന്നുള്ളി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക രുചിയും അതിനുള്ള ഒരു മണവും എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക്
ഉണക്കൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉണക്കമീൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. പക്ഷേ നമുക്ക് ചൂട് അങ്ങനത്തെ ഒന്നും ഇതിന് പറ്റത്തില്ല കേട്ടോ. അയലയൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് അയല മീൻ അലർജിയാണ്. ഉണക്കമീനോ അലർജിയാണ്, പച്ച, അതുകൊണ്ട് ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ഞാനിവിടെ കരിഞ്ചാള മത്തിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളിൽ ഏതുണ്ടോ അതെടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം പിഴിപുളി, സാമ്പാർ പുളി, വാളംപുളി എന്നൊക്കെ പറയത്തില്ലേ, അത് ഒരല്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പുളിയൊക്കെ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊരു 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്കൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉള്ള എന്താ പറയുക, ഉണക്കമീൻ തീയല കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കളർ തന്നെ കണ്ടാൽ കൊതി വരും കണ്ടോ. അല്ല, ചൂട് കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെ ഈ കറിയും കൂട്ടി കഴിക്കണം. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരിക്കൽ കഴിച്ചവർ ഉറപ്പായിട്ടും പിന്നും ഉണ്ടാക്കി കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളൊരു കറി. അപ്പോൾ ഞാനൊരല്പം വെള്ളം കൂടെ ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒട്ടും പാചകമൊക്കെ അറിയാത്തവരും ഇതൊന്നും ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ ഇത് നാടൻ കറിയാണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റിനൊരു രക്ഷയില്ല. അപ്പോൾ അയ്യോ കണ്ടോ, കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടത്തെ രീതിയിൽ വെക്കുന്നതും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ എനിക്ക് ഉപ്പ് വേണമെന്ന് തോന്നി. അപ്പോൾ ഒരല്പം ഉപ്പ്, ഒരു നുള്ളു, ഒരു പിഞ്ച് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും മീൻകറി, ഉണക്കമീൻ കറിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. തിളച്ച് കഴിഞ്ഞാലൊന്ന് തീയൊന്ന് മീഡിയത്തിലിടുക. മീഡിയത്തിനും സിമ്മിനും ഇടയ്ക്കിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് വറ്റിക്കുക കറി. അപ്പോഴേ ആ നല്ലപോലെ വെന്ത് കുറുകിയൊക്കെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കറി വയ്ക്കാൻ ഞാൻ ഒരു 10 വട്ടം ഉപ്പ് നോക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതൊക്കെ. അപ്പോൾ വീണ്ടും നമ്മളിതാ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ പനിയെല്ലാം ഞാൻ മറക്കും കേട്ടോ, ഈ കറി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കുത്തരി ചോറില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെള്ളയരി ചോറാണ്. അതിൻ്റെ കൂടെ ഞാനിതെല്ലാം ഒന്ന് വിളമ്പി കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഉണക്കലാണോ ഉള്ളത് അത് ചേർക്കാം. പക്ഷേ ചൂട മാത്രം, ഈ ചെറിയ കുറിച്ചി എന്നൊക്കെ പറയത്തില്ല, അതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ കാബേജ് തോരനുണ്ട്, നല്ല ഉണക്കമീൻ തീയലുണ്ട്, അതുപോലെ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.